വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് ബാങ്കുകൾ എം രാമചന്ദ്രനെതിരെ നിയമ നടപടി തുടങ്ങിയതോടെയാണ് അറസ്റ്റുണ്ടായത്. പണമില്ലാതെ ചെക്ക് മടങ്ങിയ കേസിൽ പ്രോസിക്യൂട്ടറുടെ ഉത്തരവനുസരിച്ച് രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വക്താവിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി അറിയിക്കുന്നു. വണ്ടി ചെക്ക് UAE-യിൽ ക്രിമിനൽ കേസായാണ് പരിഗണിക്കുന്നത്. രാമചന്ദ്രന്റെ മകൾ മറ്റൊരു ചെക്ക് കേസിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. പക്ഷേ ഈ കേസിന് അറ്റ്ലസ് ഗ്രൂപ്പുമായി ബന്ധമില്ല. ദുബായിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി 5 പരാതികളാണ് അറ്റ്ലസ് ഉടമയ്ക്കെതിരെ ലഭിച്ചിട്ടുള്ളത്. റഫ, ബർദുബായ് പോലീസ് സ്റ്റേഷനുകളിൽ 2 വീതവും ജബൽ അലി സ്റ്റേഷനിൽ 1 പരാതിയുമാണ് ബാങ്കുകൾ നൽകിയത്. ബർദുബായ് സ്റ്റേഷനിലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 23-ന് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വായ്പയ്ക്ക് ഗ്യാരണ്ടി നൽകിയ ചെക്ക് പണമില്ലാതെ മടങ്ങിയ സാഹചര്യത്തിലാണ് നിയമ നടപടിക്കൊരുങ്ങിയതെന്ന് ബാങ്കുകൾ വ്യക്തമാക്കുന്നു. 30-ലേറെ വർഷം മുമ്പ് രൂപം കൊണ്ട അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പിന് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലുമായി 45 ശാഖകളുണ്ട്. റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യമേഖലയിലും അറ്റ്ലസ് ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട്. ഒമാനിൽ 2 ആശുപത്രികളുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം അടുത്തിടെ കടക്കെണിയിൽ അകപ്പെടുകയായിരുന്നു. ആഭരണങ്ങൾ വേണ്ടത്രയില്ലെങ്കിലും അറ്റ്ലസ് ജ്വല്ലറികൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. കുവൈറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന രാമചന്ദ്രൻ 1980-കളിലാണ് സ്വർണ്ണ വ്യാപാര രംഗത്തെത്തുന്നത്. കുവൈത്തിലാണ് ആദ്യം കട തുടങ്ങിയതെങ്കിലും പിന്നീട് ഗൾഫ് യുദ്ധത്തെ തുടർന്ന് ആ സ്ഥാനം ദുബായിലേക്ക് മാറ്റുകയും വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യകളിലും കൂടുതൽ ജ്വല്ലറികൾ തുറക്കുകയും ചെയ്തു. കലാകാരൻ കൂടിയായ രാമചന്ദ്രൻ നിരവധി സിനിമ നിർമ്മിക്കുകയും ചിലതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ സൂപ്പർ ഹിറ്റായ വൈശാലി സിനിമ നിർമ്മിച്ചത് ഇദ്ദേഹമാണ്. മീഡിയ 1, ദുബായ്.